കടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി മടങ്ങുകയായിരുന്നു. കോർഡിനേഷൻ ഇല്ലെന്നാണ് അവര് രേഷ്മ പറയുന്നത്. ഗൗതമിന്റെ അമ്മ സാധ്യമായ രീതിയിൽ തിരച്ചിൽ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന മുൻ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ വി.ഡി. സതീശൻ തള്ളിക്കളഞ്ഞു. 148 പേരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടലിൽ കാണാതായത്. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറേ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്നറിയാം? 148. കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. സജോ ദേവസേവരങ്ങളുമായ സജോ, ഇപ്പോൾ പരമാവധി തിരച്ചിൽ നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എത്രത്തോളം പേരെ കാണാതായി എന്നടക്കമുള്ള വിവരങ്ങൾ പറയുകയാണ്. ഓഖി ദുരന്തത്തിൽ കാണാതായ പലരെയും ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലെന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചില്ല, അല്ലേ? സ്മൃതി, കൊച്ചിയിൽ പണ്ഡിറ്റ് കറുപ്പൻ ജന്മദിനാഘോഷ പരിപാടി, അതായത് ധീവരസഭയുടെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. അതിലെ ഉദ്ഘാടകനായിരുന്നു. ആ ഘട്ടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഈ വിഷയം, അതായത് മത്സ്യത്തൊഴിലാളികളെ കാണാതായതും തിരച്ചിലുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിച്ചു. അതേസമയം അതിനുശേഷം ഇതേ വിഷയം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളായി അദ്ദേഹത്തോട് ആരാഞ്ഞു. ആ ഘട്ടത്തിൽ പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായില്ല. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. ഈ തിരച്ചിൽ കാര്യക്ഷമമല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതായ വിഷയത്തിൽ എന്ന് തുടങ്ങി ഉള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ കാലത്ത് 148 പേരെയാണ് കടലിൽ കാണാതായത്. ആദ്യമായി ഇപ്പോൾ 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. ആദ്യമായല്ല കടലിൽ 3 പേരെ കാണാതാകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അതുകൂടാതെ തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. 9 ദിവസമായി പുരോഗമിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി നേവിയും കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്നുള്ള പരിശോധന തുടരുന്നുണ്ട്. ഡോണിയർ വിമാനങ്ങളടക്കം നേവിയുടെ ഷിപ്പ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കാര്യക്ഷമമായ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന കാര്യമായി തുടരും. ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ആ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനിടെ അദ്ദേഹം ഈ കമ്പയർ ചെയ്യുന്നുണ്ട്. പുതിയ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നു, അത് ആദ്യമായല്ല എന്നൊരു പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാണാതായവരുടെ കണക്കുകൾ വെച്ചൊരു കമ്പാരിസൺ അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ മറുപടി കൂടി പ്രതിപക്ഷത്തിന് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തിരച്ചിൽ കാര്യക്ഷമമാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ നേരിട്ട് ആരാഞ്ഞത്. പക്ഷേ അതിന് അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിലും പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ, രാഷ്ട്രീയ മറുപടി അടക്കം ഇപ്പോൾ പുരോഗമിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.